നമസ്കാരം. 10ാം ക്ലാസ് തുല്യതയുടെ ഇംഗ്ലീഷ് പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പാഠങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ട്രാൻസ്ലേഷൻ മെത്തേഡ് അഥവാ പരിഭാഷാ രീതിയാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 10ാം ക്ലാസ് തുല്യതയുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് വേയ്സ് ഓഫ് ലേണിംഗ് എന്നാണ്. വേയ്സ് ഓഫ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ പഠിക്കുന്ന രീതി എന്നാണ്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പല രീതിയിലും നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു. പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. ഔപചാരിക വിദ്യാഭ്യാസം പഠനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കറിയാം, ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ 6 പോയിന്റുകൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളതൊന്ന് വായിക്കണം. എന്തൊക്കെയാണ് ഈ 6 കാര്യങ്ങൾ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ ടു റിപ്പയർ എ ലീക്കിംഗ് ടാപ്പ്. ഒരു വാട്ടർ ടാപ്പ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണ് നന്നാക്കിയെടുക്കുന്നത്. സെക്കൻഡ് വൺ, വാട്ട് ടു ഡു വെൻ എ ബീ സ്റ്റിങ്സ്. ഒരു തേനീച്ച നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് പരിഹാരമായിട്ട് ചെയ്യുന്നത്. തേർഡ് വൺ, വാട്ട് ടു ഡു വെൻ ദർ ഇസ് എ സഡൻ ഫ്ലഡ്. പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നാലാമത്തെ, ഹൗ ടു ബി ഹാപ്പി ഇൻ ലൈഫ്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് സന്തോഷമായിരിക്കുന്നത്. ഫിഫ്ത്ത് വൺ, ഹൗ ടു മിൽക്ക് എ കൗ. ഒരു പശുവിനെ എങ്ങനെയാണ് കറക്കുന്നത്. അവസാനത്തെ 6ാമത്തെ വൺ, ഹൗ ടു ബിഹേവ് വെൽ ടു പീപ്പിൾ. ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുന്നത് എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്. ഇവ നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് പഠിച്ചെടുക്കുന്നതാണോ? നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിൽ പോയിട്ട്, ഒരു വിദ്യാലയത്തിൽ പോയിട്ട് പഠിക്കുന്നത് എന്നൊന്ന് വിലയിരുത്തും. അപ്പോൾ നമ്മുടെ കണ്ടെത്തൽ ഈ 6 കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ പോകാതെ സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ് എന്നാണ്. നോക്കൂ, നമ്മുടെ ഈ 1ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ലെസൺ ഒരു സ്റ്റോറിയാണ്. ജപ്പാനിലെ ഒരു പ്രായം ചെന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഒരു കഥ. സ്റ്റോറി അബൌട്ട് ആൻ ഓൾഡ് മാൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ലേൺഡ് മെനി തിങ്സ് ഫ്രം ഹിസ് ലൈഫ്. അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ തൻ്റെ നാട്ടിലെ ജനങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും, പല വിപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നതുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ കഥയുടെ പേരാണ് ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ്സ്. നമുക്ക് കഥയിലേക്ക് വരാം. നമ്മുടെ കഥയുടെ പേര് ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ്സ്. നമുക്കിനി കഥയൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ, once there was an old man who lived with his grandson far away in Japan. Their house was on top of a flat mountain. All the villagers lived in their small houses below, near the sea. Their paddy fields were all on top of the mountain, close to where the old man lived. Mornings and evenings, the old man and Tada, his little grandson, would look far down at the people in the village. They would watch the blue sea which lay all around the land. Tada loved the rice fields dearly, for they gave the people their food. He often helped his grandfather to watch over the burning of the rice fields. നെൽവയലുകൾ കത്തുന്നു എന്നാണ് നമ്മുടെ കഥയുടെ തലക്കെട്ടിൻ്റെ ഒരു സാരാംശം.
നോക്കൂ, നമുക്ക് എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് എന്ന് നോക്കാം. അങ്ങ് ദൂരെ ജപ്പാനിൽ ഒരു പ്രായം ചെന്ന മനുഷ്യൻ തൻ്റെ കൊച്ചുമകനോടൊപ്പം ജീവിച്ചിരുന്നു. പരന്ന മുകൾ ഭാഗമുള്ള ഒരു മലയുടെ മുകളിലാണ് അദ്ദേഹവും തൻ്റെ കൊച്ചുമകനും ജീവിച്ചിരുന്നത്. ഈ മലയുടെ താഴ്വരയിൽ ആ ഗ്രാമത്തിലെ മറ്റാളുകൾ ജീവിച്ചിരുന്നു. ഒരു കടലിന് സമീപമായിട്ടാണ് ആ സ്ഥലം കിടന്നിരുന്നത്. ആ ആളുകളൊക്കെ ജീവിച്ചിരുന്നത് കടലിനോട് ചേർന്നായിരുന്നു. അവരുടെ വയലുകളെല്ലാം പക്ഷേ ഈ കുന്നിനു മുകളിൽ ഈ പ്രായം ചെന്ന മനുഷ്യൻ താമസിക്കുന്ന ആ വീടിന് സമീപത്തായിരുന്നു. ആ പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ടാഡയോടൊപ്പം എന്നും വൈകുന്നേരവും രാവിലെയും ഈ മലയ്ക്ക് മുകളിൽ നിന്ന് താഴെയുള്ള ആളുകളെ നിരീക്ഷിക്കുമായിരുന്നു. കുന്നിനു ചുറ്റും പരന്നു കിടക്കുന്ന നീലക്കടലിനെയും ഈ ആളുകളെയുമൊക്കെ അവർ നിരീക്ഷിക്കും. ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ ടാഡ ഈ നെൽവയലുകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കാരണം അവനറിയാം തങ്ങളെ തീറ്റിപ്പോറ്റുന്നത് ഈ നെൽവയലുകളാണെന്ന്. മിക്കപ്പോഴും തൻ്റെ മുത്തച്ഛനെ ഈ കാഴ്ചകൾ കാണാൻ സഹായിക്കുന്നതും കൊച്ചുമകൻ ടാഡ ആയിരുന്നു. നോക്കൂ, നമ്മൾ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്കതിലൊരു പുതിയ വാക്ക് കണ്ടെത്താൻ കഴിയും. നോക്കൂ, ആ വാക്ക് ഇതാണ്, ഫ്ലാറ്റ് മൗണ്ടൻ. എന്താണ് ഫ്ലാറ്റ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ? മൗണ്ടൻ, പർവ്വതം, എ ഹൈ പ്ലേസ്, ഒരു ഉയർന്ന സ്ഥലം. ഇത് ഫ്ലാറ്റ് മൗണ്ടൻ ആണ്. എ ഹൈ പ്ലേസ് വിത്ത് എ ഫ്ലാറ്റ് ടോപ്പ്. അതാണ് ഫ്ലാറ്റ് മൗണ്ടൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചോദ്യം കൂടി തരാം. ഒരു ചെറിയ ചോദ്യം. വേർ ഡിഡ് ദി ഓൾഡ് മാൻ ലീവ്? ഈ പ്രായം ചെന്ന മനുഷ്യൻ എവിടെയാണ് ജീവിച്ചിരുന്നത് എന്ന്. എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഇതാ ഈ ഉത്തരം നോക്കുക. ദി ഓൾഡ് മാൻ ലിവ്ഡ് ഓൺ ടോപ്പ് ഓഫ് എ ഫ്ലാറ്റ് മൗണ്ടൻ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കി, അതിലെ പ്രയാസമുള്ള വാക്ക് കണ്ടെത്തി, അതിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരവും എഴുതി. ഇനി നമുക്കിതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. നമുക്ക് ആദ്യം അതൊന്ന് വായിക്കാം. One day, the grandfather was standing alone before his house. He looked far down at the people below, and suddenly he saw something very strange. The sea was withdrawing from the shore. Hundreds of shiny shells and starfish could now be seen on the seabed. He saw the villagers run on to the seabed to pick up the shells as the sea kept going back. നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു. ഇനി അതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? ഒരു ദിവസം ഈ മുത്തച്ഛൻ തൻ്റെ വീടിന് മുൻപിൽ ആ മലയുടെ മുകളിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം താഴെയുള്ള ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നത്, അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയൊന്ന് നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വളരെ വിചിത്രമായ ഒരു സംഭവം, ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കടൽ കരയിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു. കടൽ പിൻവാങ്ങിയ സ്ഥലത്ത് തിളങ്ങുന്ന കക്കകളും നക്ഷത്ര മത്സ്യങ്ങളും നിരന്നു നിൽക്കുന്നു. കടൽ പിൻവാങ്ങുന്നതിനനുസരിച്ച് ഈ കക്കകളും നക്ഷത്ര മത്സ്യങ്ങളും പെറുക്കിക്കൂട്ടുന്നതിന് വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടുന്നു. ഇതാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ആശയം. നോക്കൂ, നമുക്കിതിൽ മിക്കവാറും പദങ്ങളൊക്കെ പരിചയമുള്ളതായിരിക്കും. ഇതിൽ നമുക്കൊരു പ്രയാസമുള്ള പദം, വാക്ക് എന്ന് എനിക്ക് തോന്നുന്നത് വിഡ്രോയിങ് എന്നതായിരിക്കും. നോക്കൂ, വിഡ്രോയിങ് എന്താണ് ആ വേർഡിൻ്റെ മീനിങ്? ഗോയിങ് ബാക്ക്, പിൻവാങ്ങുക. കടല് പിൻവാങ്ങുക. ദി സീ വാസ് വിഡ്രോയിങ്, പിൻവാങ്ങിക്കൊണ്ടിരിക്കുക. നോക്കൂ, ഇനി രണ്ട് പാരഗ്രാഫുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വേർ വേർ ഓൾ ദി പാഡി ഫീൽഡ്സ്? അതിന് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ, ഓൺ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ.
ബി ബിലോ ദി മൗണ്ടൻ, സി നിയർ ദി സീ. ഇതിലേതാണ് കറക്റ്റ് എന്ന് നിങ്ങളൊന്ന് ആ പാഠഭാഗത്തിലൂടെ ഒന്നുകൂടി കടന്നു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് മനസ്സിലാവും. സെക്കൻഡ് വൺ, വാട്ട് ഡിഡ് ദി ഓൾഡ് മാൻ സീ വൺ ഡേ? എ ദി സീ ഗോയിങ് ബാക്ക്, ബി എ ബിഗ് വേവ്, സി ദി സീ കമ്മിങ് ഇൻ. ഞാൻ ഇതിൻ്റെ ഒരു മലയാളം കൂടി പറയാം. ഫസ്റ്റ് വൺ, വേർ ഓൾ ദി പാഡി ഫീൽഡ്സ്? ഈ വയലുകളൊക്കെ എവിടെയായിരുന്നു? എ ഓൺ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ, ആ മലയുടെ മുകളിൽ, ബി ബിലോ ദി മൗണ്ടൻ, മലയുടെ താഴെ, സി നിയർ ദി സി, കടലിനരികിൽ. ഇതിലേതാണ് കറക്റ്റ് എന്ന് നിങ്ങൾക്ക് കഥയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് രേഖപ്പെടുത്തുക. സെക്കൻഡ് വൺ, വാട്ട് ഡിഡ് ദി ഓൾഡ് മാൻ സീ വൺ ഡേ? ഈ പ്രായം ചെന്ന മനുഷ്യൻ ഒരു ദിവസം എന്താണ് കണ്ടത്? എ ദി സീ ഗോയിങ് ബാക്ക്, കടൽ പിൻവാങ്ങുന്നു, ബി എ ബിഗ് വേവ്, ഒരു വലിയ തിരമാല, സി ദി സീ കമ്മിങ് ഇൻ, കടൽ മുകളിലേക്ക് വരുന്നു. ആദ്യത്തെ രണ്ട് പാരഗ്രാഫുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന മൂന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. ദി ഓൾഡ് മാൻ പുട്ട് ഹിസ് ഹാൻഡ്സ് ടു ഹിസ് ഐസ് ആൻഡ് ലുക്ക്ഡ് അഗെയിൻ. He had never seen such a thing before. He remembered things that his own grandfather told him when he was a boy. He knew all the stories of the sea. Suddenly, he turned and ran to the house. "Dada, Dada," he cried, "bring a brand from the earth." പാരഗ്രാഫ് നമ്മൾ വായിച്ചു. ഇനി നമുക്കിതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? കടൽ പിൻവാങ്ങുന്നു, ആളുകൾ കക്ക പെറുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നു. ഇത് കണ്ട് ആ വൃദ്ധനായ മനുഷ്യൻ ആകെ സ്തബ്ധനാവുന്നു. ഇത് കണ്ടുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ കൈകൾ കൊണ്ട് കണ്ണുകൾ മൂടി. സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം തൻ്റെ കൈകൾ കൊണ്ട് മൂടി. വീണ്ടും അദ്ദേഹം കൈകളെടുത്ത് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കി. അദ്ദേഹം ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേയില്ലായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ മുത്തച്ഛൻ പറഞ്ഞു തന്ന കഥകൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അദ്ദേഹത്തിന് കടലിനെ കുറിച്ച് ഒരുപാട് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനിൽ നിന്നും കേട്ട കഥകൾ അദ്ദേഹം ഒരുപാട് കടലിൻ്റെ അറിവായിട്ട് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടി. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനെ വിളിച്ചു. "ടാടാ, ടാടാ, അടുപ്പിൽ നിന്നും പെട്ടെന്ന് ഒരു തീക്കൊള്ളി കൊണ്ടുവരൂ" എന്ന് അദ്ദേഹം ടാഡയോട് വിളിച്ചു പറഞ്ഞു. നോക്കൂ, ഇതിൽ പുതിയ രണ്ട് വാക്കുകൾ നമുക്ക് കാണാനാവും. ഫസ്റ്റ് വൺ, ബ്രാൻഡ്. നമ്മൾ സാധാരണ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ബ്രാൻഡ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് വ്യത്യസ്തമായൊരു വേർഡ് മീനിങ് ആണ്. ഇതിൻ്റെ മീനിങ് എ പീസ് ഓഫ് ബേണിംഗ് വുഡ് എന്നാണ്. എ പീസ് ഓഫ് ബേണിംഗ് വുഡ്, അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറകിനെയാണ് ബ്രാൻഡ് എന്ന് പറയുന്ന, തീക്കൊള്ളി. ദെൻ നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ പദം ഹേർത്ത്. ഹേർത്ത് നമ്മൾ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പദമാണ്. ഫയർ പ്ലേസ് ഇൻ കിച്ചൺ, അടുക്കളയിൽ തീ എരിയുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ അടുപ്പ്. ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ്സ് എന്ന കഥയിലെ 3 പാരഗ്രാഫുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്നുള്ള പ്രയാസമുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്തി. ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരമെഴുതി. ഇനിയും ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അർത്ഥമറിയാത്ത ചില വാക്കുകളെങ്കിലും അതിൽ ഉണ്ടാവാം. അവ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതുകയും ഒരു ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് അവയുടെ അർത്ഥങ്ങൾ കണ്ടെത്തുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് പാഠപുസ്തകത്തിലുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം എഴുതുകയും ചെയ്താൽ കൂടുതൽ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇനി നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില ഡിസ്കോഴ്സസ് എഴുതാനുണ്ട്, ചില വ്യവഹാര രൂപങ്ങൾ. അതിൽ ഒരു വ്യവഹാര രൂപം നമ്മളിപ്പോൾ പരിചയപ്പെടുകയാണ്. കോൺവെർസേഷൻ, സംഭാഷണം. രണ്ടാളുകൾ തമ്മിൽ സംഭാഷണം നടത്തുന്നത് എങ്ങനെയാണ്
രണ്ടാളുകൾ തമ്മിൽ സംഭാഷണം നടത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു രീതി, സാധാരണഗതിയിൽ എന്തൊക്കെയായിരിക്കും ഓരോ സാഹചര്യത്തിലും ഓരോരുത്തർ പറയുന്നത്, അത്തരം ഒരു കോൺവെർസേഷൻ കൂടി നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. നമ്മുടെ ഗ്രാൻഡ് ഫാദറും അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണും ഈ കാഴ്ച കാണുമ്പോൾ, കരയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ച കാണുമ്പോൾ നടത്തുന്ന ഒരു സംഭാഷണമാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. കോൺവെർസേഷൻ. ഓൾഡ് മാൻ: ഹേ ടാഡ, വേർ ആർ യു? ടാഡ: ഐ എം ഹിയർ ഗ്രാൻഡ്പ. ഓൾഡ് മാൻ: കം ഹിയർ. ടാഡ: വാട്ട് ഹാപ്പൻഡ്? ഓൾഡ് മാൻ: സീ ഈസ് വിത്ഡ്രോയിങ്. ടാഡ: വാട്ട് ക്യാൻ വി ഡു? ഓൾഡ് മാൻ: ബ്രിങ് എ ബ്രാൻഡ് ഫ്രം ഹെർത്ത്. ടാഡ: ഓക്കെ ഗ്രാൻഡ്പ. ഇന്നത്തെ ഈ ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ച വരും ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.